ഗൾഫിലും ഇന്ത്യയിലുമായി നിരവധി ശാഖകളുള്ള അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചില്ലറ വ്യാപാര ശൃംഖലയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. പ്രവാസി മലയാളിയായ MA യൂസഫ് അലി സ്ഥാപിച്ച MK ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖല. യൂസഫ് അലി തന്നെയാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറും. ഗൾഫിലും ഇന്ത്യയിലുമായി 164 ലുലു ഹൈപ്പർ മാർക്കറ്റുകളാണ് ലുലു ഗ്രൂപ്പിനുള്ളത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് മലയാളി വ്യവസായി MA യൂസഫ് അലിക്കും അദ്ദേഹത്തിന്റെ ലുലു ഗ്രൂപ്പിനുമുള്ളത്. എന്നാൽ ചരിത്രത്തിലാദ്യമായി MA യൂസഫ് അലിയും അദ്ദേഹത്തിൻ്റെ ലുലു ഗ്രൂപ്പും തുടങ്ങിയ ഒരു സംരംഭം ലാഭകരമാകാത്തതിൻ്റെ പേരിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതേപ്പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. MA യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു ഗ്രൂപ്പ് മലേഷ്യയിലെ തങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. 2016 മലേഷ്യയിൽ പ്രവർത്തനം ആരംഭിച്ച ലുലു ഹൈപ്പർ മാർക്കറ്റിന് 6 സ്റ്റോറുകളാണ് ഉണ്ടായിരുന്നത്. ഇവയാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം അവസാനിപ്പിച്ചത്. പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനം കാഴ്ചവെക്കാത്തതിനാലാണ് ഹൈപ്പർ മാർക്കറ്റുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അടച്ചുപൂട്ടലിന് മുന്നോടിയായി മാസങ്ങൾ നീണ്ടുനിന്ന ക്ലിയറൻസ് സെയിലും മറ്റു പ്രൊമോഷനുമൊക്കെ ഉണ്ടായിരുന്നു. കൊലാലംപൂരിലെ ക്യാമ്പ് സ്ക്വയറിലുള്ള മലേഷ്യയിലെ ആദ്യ ഹൈപ്പർ മാർക്കറ്റാണ് പ്രവർത്തനം നിർത്തുന്ന കാര്യം പ്രഖ്യാപിച്ചത്. 2016 ലുലു മലേഷ്യയിലെ റീറ്റെയിൽ രംഗത്തേക്ക് പ്രവേശിച്ചത്. 5 വർഷത്തിനുള്ളിൽ $30 ലക്ഷം മുടക്കി 10 ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 6 സ്റ്റോറുകളെ തുറക്കാനായുള്ളൂ. അവയാണ് ഇപ്പോൾ ഒരുമിച്ച് അടച്ചുപൂട്ടിയത്. അടച്ചുപൂട്ടാൻ എന്താണ് കാരണം? അത്ര ലാഭകരമല്ലാത്ത ലൊക്കേഷനുകൾ തിരഞ്ഞെടുത്തതാണ് പ്രകടനം മോശമാകാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തിരക്കേറിയ ആളുകൾ കൂടുതലായി വരുന്ന ലൊക്കേഷനുകൾ തിരഞ്ഞെടുത്ത് ഹൈപ്പർ മാർക്കറ്റുകൾ തുറന്നിരുന്നെങ്കിൽ ചിത്രം മാറിയേനെ എന്നാണ് ഒരു കസ്റ്റമർ അഭിപ്രായപ്പെട്ടത്. ഇന്തോനേഷ്യയിലും സമാനമായി ഔട്ട്ലെറ്റുകൾ അടയ്ക്കാനിടയുണ്ടെന്ന് അവിടെ നിന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ വർഷം തുടക്കം മുതൽ വലിയ തോതിൽ ഓഫറുകളും ക്ലിയറൻസ് വിൽപ്പനയും നടത്തി പ്രവർത്തനം അവസാനിപ്പിച്ചേക്കുമെന്ന സൂചന ലുലു ഗ്രൂപ്പ് നൽകിയിരുന്നു. ജൂൺ 9 കൊലാലംപൂരിലെ ക്യാമ്പ് സ്ക്വയറിലെ ഔട്ട്ലെറ്റിന് മുന്നിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന ആദ്യ നോട്ടീസ് പതിപ്പിച്ചത്. ലുലു ഗ്രൂപ്പിന് മലേഷ്യയിൽ 6 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ് ഉണ്ടായിരുന്നത്. ജോഹർ ബെഹ്റുവിൽ 2022 6ാമത്തെ ഔട്ട്ലെറ്റ് തുറന്നത്. തിരക്ക് കൂടിയ മാളുകളിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നതിന് പകരം ആളുകൾ വരാൻ മടിക്കുന്ന സ്ഥലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലുലുവിൻ്റെ ഇന്തോനേഷ്യൻ ബിസിനസ്സും സമാന പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ടുണ്ട്. റീറ്റെയിൽ വിഭാഗം അടച്ചുപൂട്ടിയെങ്കിലും ഹോൾസെയിൽ വിഭാഗം പ്രവർത്തനം തുടരുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അബുദാബി ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര കമ്പനിയാണ് പ്രമുഖ പ്രവാസി വ്യവസായിയായ MA യൂസഫ് അലി ചുക്കാൻ പിടിക്കുന്ന ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ. കൊച്ചി ആസ്ഥാനമായി ഇന്ത്യൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന കമ്പനി ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വമ്പൻ മാളുകളും കേരളത്തിൽ ചെറുനഗരങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റുകളും ആരംഭിക്കുന്നുണ്ട്.